ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു 3 ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസുകൾ കണ്ടിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇച്ചിരി കൂടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലമാണ്. മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത്, ഇപ്പോൾ ഞാൻ 2 പേപ്പറാണ് യൂസ് ചെയ്തത്. കാരണം ഈ പേപ്പറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ലെങ്ത്ത് 150 ഉണ്ട്. അപ്പോൾ അത്ര നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഫിഗറിലൂടെ കാണിച്ചുകൊണ്ട് അടുത്തൊരു പേപ്പറിലോട്ടാണ് ഞാൻ എൻ്റെ വ്യൂ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തിൽ അത്രയും ഡിസ്കസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ കാണിച്ചേക്കുന്നത് ഇവിടെയാണ്. ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ കാണിച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിച്ചേക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഫ്രണ്ട് വ്യൂവിൽ ഒരു താഴെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പീസ് പോലെ ഉണ്ട്. ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു ഒബ്ജക്റ്റാണ് ഇവിടെ വന്നേക്കുന്നത്. അതിനകത്ത് നടുക്കൂടെ ഒരു ഹോളുണ്ട്. ഹോളിൻ്റെ ഡയമീറ്ററൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. 50 mm ആണ് ഹോളിൻ്റെ ഡയമീറ്റർ എന്നും അതിൻ്റെ ഡെപ്ത്ത് 25 എന്നാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മൾ XY ലൈൻ വരയ്ക്കും. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് XY ലൈൻ വരച്ചിട്ടുണ്ട്. This is Y. സോ XY ലൈൻ വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തിൽ എവിടെയാണ് നമ്മുടെ ഈ പറയുന്ന സൈഡ് വ്യൂ, ഏത് സൈഡ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നോക്കി, ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ അതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വരയ്ക്കാൻ പറ്റുന്ന സൈഡ് വ്യൂ, ഇപ്പോൾ വാല്യൂസ് എല്ലാം വിസിബിൾ ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന സൈഡ് വ്യൂ ഈ സൈഡ് വ്യൂ ആണ്. സോ ഇത് ഏത് സൈഡ് വ്യൂ ആണ്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ് സൈഡ് വ്യൂ. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് നമുക്കിതിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും അല്ലേ? റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിനുള്ള സ്പേസ് വിട്ട് വേണം നമ്മളിവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകുന്ന എഡ്ജസുകൾ ഏതൊക്കെയാണ്? ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകുന്ന എഡ്ജസുകൾ ഏതൊക്കെയാണ് ഇതിനകത്തിൽ? ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകുന്ന എഡ്ജസ് നമുക്കിതിൽ ഒന്ന് കളർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകുന്നത് ഒന്ന്, ഈ ബോട്ടം പോർഷൻ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഈ ബോട്ടം പോർഷൻ ഞാനിപ്പോൾ ഒന്ന് സ്കെച്ച് ചെയ്തിരുന്നത്. ഈ ബോട്ടം നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെ ഈ ബോട്ടം പോർഷനുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആകുന്ന ഒരു റെക്റ്റാങ്കിളാണ്. അതിൻ്റെ പാർട്ട് ഇപ്പുറത്തും വന്നിട്ടുണ്ട്. സോ ഇത് വിസിബിൾ ആയിരിക്കും. സോ ഇതാണ് ഒരു റെക്റ്റാങ്കുലർ പാർട്ട് വിസിബിൾ ആകുന്നത്. ദെൻ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇതിന് പുറകിലാണ് ഈ ഒരു സർഫസ്. അപ്പോൾ അത് നമുക്ക് കാണില്ല, പക്ഷേ ഇങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടെന്നുള്ളത് ഓർക്കുക. പിന്നെ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുന്നത് ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് നമുക്ക് വിസിബിൾ ആവും അല്ലേ? ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡയമീറ്റർ എത്രയാണോ ആ ഡയമീറ്റർ ലെങ്തിൽ ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 40 ആണ് ആ സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് ഇവിടെ വരെ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ ഇതിനകത്ത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. അഗെയിൻ പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. ഞാനിവിടെ പേനയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ലെങ്ത് നോക്കി 150 ആണ്. സോ 150 ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നു. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ഞാൻ 150 മാർക്ക് ചെയ്യുന്നു. സോ 150 ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ടോട്ടൽ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 150. സോ ഇതാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 150. ഞാനത് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് ലെങ്ത്ത് കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഹൈറ്റ്, ഈ പെർട്ടിക്കുലർ ഹൈറ്റ് നമുക്ക് ഇവിടെ ഗിവൺ ആണ്. അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം 15 ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. സോ 2 എൻഡിൽ ഞാൻ 15 ഹൈറ്റ് എടുക്കുന്നു. 15. സോ ഈ എൻഡിൽ 15 ഹൈറ്റ്, ദെൻ നെക്സ്റ്റ് എപ്പുറത്തും 15 ഹൈറ്റ്. ഇനി നമുക്ക് സെൻട്രൽ പോർഷനിലായിട്ട് നമ്മുടെ സിലിണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ഡയമീറ്റർ ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ, ആ സിലിണ്ടറിൻ്റെ എവിടെ കണ്ടോ സെൻട്രൽ ലൈൻ വരച്ചേക്കുന്നത്, ആ സെൻട്രൽ പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിലും നമുക്ക് ആ സിലിണ്ടറിൻ്റെ വിഡ്ത്ത് നമുക്ക് അതിനകത്ത്
കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻറ്റർ കണ്ടുപിടിക്കാം. ടോട്ടൽ നമുക്കറിയാം 150 ആണ്. അപ്പോൾ സെൻറ്റർ എത്ര വരും? 75 ആണ്. സോ 75 മാർക്ക് ചെയ്യുന്നു ഞാൻ ആ സെൻറ്റർ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ 150 75 ഇതാണ് നമ്മുടെ 75 വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ലൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ ലൈനായിട്ട് കാണിക്കാം. നമ്മുടെ സെൻറ്റർ ലൈനായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. സോ ഞാൻ സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. നമ്മുടെ ആക്സിസ് ലൈൻ ഇതാണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. ഇനി അതിൻ്റെ ഡയമീറ്റർ നോക്കി. നമുക്ക് 2 ഡയമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇൻസൈഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ 50ഉം ഔട്ട്സൈഡിൻ്റെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ഈ തിക്നെസ് മേ ബി ഒരു 15 ആണെങ്കിൽ ഒരു 10 mm വീതം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഔട്ട്സൈഡ് എന്ന് പറയുന്ന 5 എന്ന് പറയുന്നത് നമുക്ക് 70 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 70 ഇതുകൊണ്ട് 70 എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ ഇത് 10 ഇതും 10, അപ്പോൾ ഒരു 20 അഡീഷണൽ വരും. അതുകൊണ്ട് 70 എന്ന് കൊടുത്തതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന വിസിബിളായിട്ട് കാണുന്ന ഔട്ട്സൈഡ് സിലിണ്ടറാണ്. അപ്പോൾ 70 mm ഡയമീറ്റർ ഉള്ളതാണ്. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് പോകുമ്പോൾ ടോട്ടൽ ഡയമീറ്റർ 70 ആണെങ്കിൽ സെൻട്രൽ ലൈനിൽ നമ്മൾ എത്ര എടുക്കണം? 35 രണ്ട് സൈഡിലോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സിലിണ്ടറിക്കൽ പോർഷൻ കിട്ടും അല്ലേ. സെൻട്രൽ ലൈനിൽ നിന്ന് 35, കാരണം ഞാൻ കൊടുത്തേക്കുന്നത് 70 ആണ് അതിൻ്റെ വിഡ്ത്ത്. ഔട്ട്സൈഡ് വിഡ്ത്താണ് ഞാൻ 70 എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഞാൻ സെൻട്രൽ ലൈനിൽ നിന്ന് എടുക്കുന്നു 35 രണ്ട് സൈഡ് 1 2 3 35. സോ ഇവിടെയായിട്ടും അതേപോലെ തന്നെ 1 2 3 35. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് പോർഷൻ വരുന്നത്. ഇനി ഹൈറ്റ് എത്രയാണ്? ഇതിൻ്റെ ഹൈറ്റ് ഗിവൺ ആണ്, ഇറ്റ് ഈസ് 40. അപ്പോൾ ഞാൻ 40 മേലോട്ട് എടുക്കുന്നു. സോ 35 എടുത്ത പോയിന്റിൽ നിന്ന് നേരെ വെർട്ടിക്കലി 40 മേലോട്ട് എടുക്കുക. 40, സോ 40 മേലോട്ട് എടുക്കുക. നമ്മുടെ സിലിണ്ടറിൻ്റെ പോർഷൻ കംപ്ലീറ്റഡ് ആവും. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. സെൻട്രൽ ലൈനിൽ നിന്ന് 40 മേലോട്ട് എടുക്കുന്നു. 2 3 4, സോ 40 മേലോട്ട് എടുത്തു. സോ രണ്ട് സൈഡിലും 40 മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ക്ലോസ് ചെയ്യാണ്. നമ്മുടെ സിലിണ്ടറിൻ്റെ പോർഷൻ ആയി. സെൻറ്റർ പോർഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് പോർഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്ന നേരത്തെ അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ലൈൻ നമ്മുടെ 15 mm ഹൈറ്റിലെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ പോർഷൻ, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. സോ അതാണ് നമ്മൾ ആ സിലിണ്ടറിൻ്റെ പോർഷനിലോട്ട് കൊണ്ടുവന്ന് മീറ്റ് ചെയ്ത് വെക്കുക. സോ നമുക്ക് എന്തായി? നമ്മുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്, നമുക്ക് ആ ഷേപ്പ് കിട്ടി, ഇതും ഈ സർഫസും കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? ഒരു ഹോൾ ഉണ്ടല്ലേ. 50 mm ഡയമീറ്ററിൽ ഒരു ഹോള് താഴോട്ട് പോയിട്ടുണ്ട്. അതങ്ങ് താഴെ വരെ ഇല്ല, 25 mm ഡെപ്ത് വരെ അതിൻ്റെ ഹോൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ മൊത്തം 40 ആണ്. അപ്പോൾ 40 മൊത്തമായിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്പ പോലെ ആയിരിക്കുന്നത്. ഇതിനകത്ത് സർഫസ് ഉണ്ടെന്നർത്ഥം. അതായത് ഫുള്ളൊരു ഹോൾ ഇതിനകത്ത് കൂടെ ഡ്രിൽ ചെയ്ത് ത്രൂ ഔട്ട് പോയിട്ടില്ല. കാരണം എന്താ? 25 mm ഡെപ്ത് വരെ, ഇവിടെ നിന്ന് ഒരു 25 വരെ ഹോളുള്ളൂ. അതിൻ്റെ അടിയിൽ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഒരു പാത്രം പോലെയാണ്, ഒരു സിലിണ്ടറിക്കൽ പാത്രം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ബോട്ടം സർഫസ് ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ 25 ഡെപ്തിൽ 50 mm ഡയമീറ്ററിൽ 2 ഹോളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അത് കാണില്ലെങ്കിലും ഈ ഹോൾ ഇതിനകത്ത് കൂടെ പോയിട്ടുണ്ട്. 25 mm ഡെപ്ത് വരെ ആ ഹോള് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം 25 mm ഡെപ്ത് വരെ 50 mm ആണ് അതിൻ്റെ ഡയമീറ്റർ. സോ 50 mm ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ലൈനിൽ നമ്മൾ എത്ര എടുക്കണം? രണ്ട് സൈഡിലോട്ടും 25, 10 20 25. സോ ഇങ്ങോട്ടും മാർക്ക് ചെയ്തു, ഇങ്ങോട്ടും ഞാൻ രണ്ട് സൈഡിലോട്ടും 25 മാർക്ക് ചെയ്തു. സോ ഇവിടെയാണ് താഴോട്ട് ഹോള്. അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, 25 വരെയാണ് ഡെപ്ത്ത്. നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്കി. 25 വരെ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ 40 ആണ്. ഇത് നമ്മുടെ 15 ആയിരുന്നു തിക്നെസ്. സോ 15 തിക്നെസ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്ര വരും? ഈ പറയുന്ന 25 തന്നെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതേ ലെവലിൽ വരെയാണ് ഈ ഡെപ്ത്ത്. സോ താഴോട്ട് ഡെപ്ത്ത് എടുക്കുന്നു. സോ ഡെപ്ത്ത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഡോട്ടഡ് ലൈൻ ആയിരിക്കണം, കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ആ ഡെപ്ത്ത് നമുക്ക് കാണില്ല. ഡോട്ടഡ് ലൈനായിട്ട് വേണം നിങ്ങളത് മാർക്ക് ചെയ്യാൻ രണ്ട് സൈഡിലും. ഓക്കെ, ശരിക്കും ആ ഡെപ്ത്ത് എവിടെ വരെയാണ് വരുന്നത്? ഇവിടെ വരെയാണ് വരുന്നത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് കണക്ട് ചെയ്യുന്നു. ഒരു സെയിം ലെവലിൽ തന്നെയാണ് വരുന്നത് ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ. സോ ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അകത്തെ നമ്മുടെ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തിൽ ഒരു കാര്യം കൂടെ അറിയണം. ഈ രണ്ടിടത്തും ഒരു സ്ലോട്ടും ഉണ്ട്. അപ്പോൾ ആ സ്ലോട്ട് നമുക്കിവിടെ താഴോട്ട് കട്ട് ചെയ്ത് കാണിക്കണ്ടേ. നോക്കി 30 അകത്തോട്ട് മാറിയാണ് ആ സ്ലോട്ട്. ഇവിടെയും 30 അകത്തോട്ട് മാറി. സ്ലോട്ടിൻ്റെ വിഡ്ത്ത് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 20 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ സ്ലോട്ട് അകത്തോട്ട് 30 മാറിയാണ്. അപ്പോൾ നമ്മൾ അത് സ്ലോട്ട് മാർക്ക് ചെയ്യുക 30. അപ്പോൾ ഇങ്ങനെ എൻഡിൽ നിന്ന് 30. സോ ഞാൻ ഇങ്ങനെ എൻഡിൽ നോക്കുന്നു, 30 പോയിൻ്റ് കൊടുത്തു. സോ അവിടെ ഞാൻ എന്ത് ചെയ്യും, താഴോട്ട് ഡോട്ട് ലൈൻ കാണിക്കാം, സ്ലോട്ട് ഉണ്ടെന്ന് കാണിക്കാം. സെയിം ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചെയ്യുന്നു 30 അകത്തോട്ട്. ഇവിടെയും സ്ലോട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ടർ ലൈൻ കൊടുത്തു. സോ എത്രയാകുമ്പോൾ നമ്മുടെ എന്തായി, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡ് ആയി. നോക്കി, ഫ്രണ്ട് വ്യൂവിൽ ഈ ഒരു സർഫസ്, ഈ ഒരു സിലിണ്ടറിക്കൽ സർഫസ്, ഇതിനകത്തൊരു ഹോൾ ഉണ്ടായിരുന്നു നമ്മൾ കാണിച്ചു. ഫുൾ ഡെപ്തില്ല, 25 ഡെപ്തിൽ. ഈ രണ്ട് സൈഡും സ്ലോട്ട് ഉണ്ടോയെന്ന് ഇവിടുന്ന് ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവണം. പക്ഷേ കാണത്തില്ലെങ്കിലും മനസ്സിലാവണം. സോ അത് ഡോട്ടർ ലൈനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിൽ കിട്ടിയ പോയിൻറ്റ്സിനെ എല്ലാം താഴോട്ട് ലൈറ്റ് ലൈൻസ് ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകണം. ആദ്യം ഈ എൻഡ് താഴോട്ട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഈ എൻഡ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ലൈറ്റ് ലൈനാണ്, പ്രൊജക്റ്റ് ചെയ്തു. ഈ സ്ലോട്ടിൻ്റെ ലൈൻ താഴോട്ട് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ലോട്ടൊക്കെ പിന്നീട് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഈ ലൈനുകളിൽ തന്നെ നമുക്ക് കിട്ടും. ദെൻ ഈ എൻഡ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. നമ്മുടെ സർക്കിളിൻ്റെ ഹോളിൻ്റെ എൻഡ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ സെൻറ്റർ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം, കാരണം സെൻറ്റർ ലൈൻ നമുക്ക് ആവശ്യമാണ്. ദെൻ ഈ എൻഡ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ ലാസ്റ്റ് എൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നു. അടുത്തത് ഈ എൻഡ്. എല്ലാം ലൈറ്റ് ലൈൻസ് ഉപയോഗിച്ച് ആ ലൈനുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് താഴോട്ട് കിട്ടി ഇല്ലേ. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്, ഈ ടോപ്പ് വ്യൂവിൽ നമ്മൾ എവിടുന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ്. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എവിടെ നിന്നാണോ ഡയറക്ഷൻ, ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ നോക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് താഴോട്ട് വേണം വരച്ച് വരാനായിട്ട്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ കിട്ടുന്ന സർഫസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതാണ് ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസുകൾ. ഈ സർഫസ് ടോപ്പ് വ്യൂവിൽ കാണാം. സിമിലർ ആയിട്ടുള്ളൊരു സർഫസ് ഇപ്പുറത്തും ഉണ്ട്. സിലിണ്ടറിലോട്ട് വന്ന് ടച്ച് ചെയ്യുന്ന ഒരു സർഫസ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. സോ അത് കാണാം. അതേപോലെ തന്നെ ഈ സർഫസ് ഇത് തന്നെയാണ് അപ്പുറത്തും വരുന്നത്, സെയിം സർഫസ് തന്നെ. സോ ഇത് കാണാം, വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഈ സർഫസ് തന്നെയാണ് അപ്പുറത്തെ സൈഡിലും വരുന്നത്. സിമിട്രി ആണ്. സെൻട്രൽ സിലിണ്ടർ പോർഷൻ കയറി വരുന്നുണ്ട്. നടുക്കൊരു സ്ലോട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് വിസിബിൾ ആവുന്നത് ഇതിൻ്റെ ടോപ്പിലെ സർക്കിൾ നമുക്ക് വിസിബിൾ ആവും അല്ലേ. ടോപ്പ് സർക്കിൾ വിസിബിൾ ആയിരിക്കും. ടോപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സർക്കിൾ വരയ്ക്കണം. ആ 2 സർക്കിളിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് നമുക്ക് സർഫസ് കാണാൻ പറ്റും. സോ അത് ഞാൻ കളർ ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ ഈ സർക്കിളിനകത്ത് ത്രൂ ഔട്ട് ഹോളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് വ്യൂ വരച്ചപ്പോൾ ത്രൂ ഔട്ട് ഹോളല്ല, 25 mm ഡെപ്ത്ത് വരെ ഉള്ളു ഹോള്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, അതിനകത്തിലെ ഈ പോർഷനും നമുക്ക് വിസിബിൾ ആയിരിക്കും. അതിനകത്തെ സർഫസ്, സർക്കുലാർ സർഫസ്, ഇതിനകത്ത് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. ഫുൾ സർക്കുലാർ സർഫസ് നമുക്ക് ടോപ്പ് വ്യൂവിൽ എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. സോ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുക എന്താ, ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഏതാണ് വ്യൂ ചെയ്യുന്ന ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഓപ്പോസിറ്റ് എൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അങ്ങേയറ്റത്തുള്ള ലെങ്ത്. സോ അതിൻ്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, 150 എന്നാണ്. സോ 150 ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഞാൻ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുന്നു, കാരണം എനിക്ക് സൈഡ് വ്യൂ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി ക്ലോസ്ഡ് ആയാലേ കിട്ടുള്ളൂ. ഞാൻ ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമ്മുടെ 150-ലെ ഫസ്റ്റ് ലൈൻ ഞാൻ വരച്ചു. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നോക്കി, 50 ആണ് വിഡ്ത്ത് അല്ലേ. 50 വിഡ്ത്താണ്. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എൻഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ഇവിടെ വന്ന് ഇനി താഴോട്ട് ഇത്രയും വരണം ഈ ഒരു സർഫസ് വരയ്ക്കാനായിട്ട്. ഇതിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും അതിൻ്റെ വിഡ്ത്ത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുമല്ലോ. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഈ വിഡ്ത്ത് എത്രയാണെന്ന്. ഇവിടെ നമുക്ക് ടോട്ടൽ 15 തന്നിട്ടുണ്ട്, നടുക്കൊരു 20 പോയി. അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 30 ആയിരിക്കും. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എത്ര വരണം? 15 mm ആയിരിക്കണം. സോ ഇതും 15 വന്നെങ്കിലേ ഈ നടുക്ക് 20 കൂടെ തരണം. നമുക്ക് ടോട്ടൽ എത്ര വരൂ? 50 വരുള്ളൂ. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 15 ആയിരിക്കണം, കാരണം രണ്ട് സൈഡിലും 15 വരണം. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. 15 mm ആണ്. സോ 15 mm വിഡ്ത്ത് ഞാൻ എടുക്കുന്നു. നമ്മൾ ഓൾറെഡി പ്രൊജക്ടർ ലൈൻ വരച്ചിട്ടുണ്ട്. സോ ആ ലൈനിൽ നമുക്ക് ആ ഡയമെൻഷൻ മാത്രം എടുത്താൽ മതി. സോ 15 mm എടുത്തു. ഇനി ഇവിടെ നിന്ന് അകത്തോട്ട് നമ്മുടെ സ്ലോട്ടാണ് 30 അകത്തോട്ട്. സ്ലോട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 അകത്തോട്ട്, സ്ലോട്ടിൻ്റെ വിഡ്ത്ത് 20 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ 30 അകത്തോട്ട് 30 എടുക്കണമെന്നില്ല. അതേ സ്ലോട്ടിൻ്റെ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ലൈനിലോട്ട് നമ്മൾ ഹൊറിസോണ്ടലി വരച്ചാലും മതി. 30 എടുത്താലും നമുക്ക് അവിടെ തന്നെ കിട്ടും. 30 അകത്തോട്ട് എടുത്തു. ദെൻ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ആണ് സ്ലോട്ടിൻ്റെ. സോ ഈ പ്രൊജക്റ്റഡ് ലൈനിൽ 20 മെഷർ ചെയ്യുക. ദെൻ തിരിച്ച് അഗെയിൻ ഇവിടെ 50 ആണ്. 15 mm ആണ്. സോ 15 mm കംപ്ലീറ്റ്. സോ നമുക്ക് ആ എൻഡ് വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് നടത്തും. ഇനിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഈ സ്ട്രെയിറ്റിൽ നമ്മൾ നോക്കി ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ആ സിലിണ്ടറിലോട്ട് ടച്ച് ചെയ്യിക്കുന്നത്. സിലിണ്ടർ കുറച്ച് വെളിയിലോട്ടാണ് നിൽക്കുന്നത്, കണ്ടോ? ടോപ്പ് വ്യൂ വരുമ്പോൾ സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ വെച്ച് സിലിണ്ടർ വെളിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ഇതേ സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് ഇപ്പുറത്തും വരും. നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെങ്കിലും അവിടെയും ആ സിലിണ്ടറിൻ്റെ പോർഷൻ നമുക്ക് കയറി വരും, പുറത്തോട്ട് കയറി വരും എന്നർത്ഥം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂവിൽ ആ സിലിണ്ടർ പോർഷൻ ആദ്യമേ അങ്ങ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 50 ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ വിഡ്ത്ത് 50 ആണെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 മാറി. അപ്പോൾ ആ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യുക? 25 മെഷർ ചെയ്യുക. 1 2 25. സോ 25 നമ്മൾ മെഷർ ചെയ്തെടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആ സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ആ സെൻറ്റർ പോയിൻറ്റിനെ ബേസ് ചെയ്ത് നമ്മുടെ 2 സർക്കിളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സർക്കിളിൻ്റെത് 25 ആണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെതും അതേപോലെ തന്നെ 25 ആണ്. സോ ടോപ്പ് വ്യൂവിലെ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് സർക്കിൾ നമുക്കറിയാം ഡയമീറ്റർ 50 ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 25 ആണ്. 25 റേഡിയസ് എടുക്കുക. 25 റേഡിയസ്. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഡിസ്റ്റൻസ് 25. നമ്മുടെ ഈ എൻഡ് പോയിന്റിൽ തന്നെ ടച്ച് ചെയ്തായിരിക്കും ആ സർക്കിൾ പോകുന്നത്. ഓക്കെ. സോ സർക്കിൾ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്കതിനകത്ത് നമ്മൾ വരച്ച് വന്നപ്പോൾ ചെറിയ മൈന്യൂട്ട് എറേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ചെറിയ എററുകൾ ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുമ്പോൾ തന്നെ സോ സർക്കിളും ഡാർക്കായിട്ട് വേണം വരയ്ക്കാനായിട്ട്. സോ ഡാർക്കായിട്ട് നമ്മുടെ ആദ്യത്തെ സർക്കിൾ വരച്ചു. എന്താ മൈന്യൂട്ട് എറർ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നു. നോക്കി, ഈ ഒരു സർക്കിൾ നമ്മളിപ്പോൾ വരച്ചത് സി പ്രൊജക്റ്റ് ലൈൻ നോക്കി അതേ തന്നെ ടച്ച് ചെയ്ത് തന്നെ ഇവിടെ ഒരു ശകലം വ്യത്യാസം വന്നു. നമ്മൾ വരയ്ക്കുമ്പോൾ വരുന്ന ചെറിയ മൈന്യൂട്ട് എററുകളാണ്. ഇനി അടുത്ത രണ്ടാമത്തെ സർക്കിളിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം. സെക്കൻഡ് സർക്കിളിൻ്റെ ഇതാണ് നമ്മുടെ സെക്കൻഡ് സർക്കിൾ. 70 ആണ്, അല്ലെങ്കിൽ 35 mm ആണ് അതിൻ്റെ റേഡിയസ്. സോ 35 mm റേഡിയസ് നമ്മുടെ പ്രൊജക്റ്റ് ലൈനിലുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, രണ്ടാമത്തെ സർക്കിൾ വരച്ചപ്പോൾ അതിൻ്റെ പുറത്ത് പോയാലേ. അപ്പോൾ സിലിണ്ടർ പോർഷൻ എന്ന് പറയുന്നത് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നതെന്ന് അർത്ഥം. സിലിണ്ടർ പോർഷൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചതിനകത്തുനിന്ന് ചില ലൈൻസുകൾ ഇപ്പോൾ ഇവിടെ ഇൻവിസിബിൾ ആക്കി മാറ്റേണ്ടതുണ്ട്. ചില ലൈൻസ് നമ്മൾ ഇൻവിസിബിൾ ആക്കി മാറ്റണം. സോ ഇൻവിസിബിൾ ആക്കി മാറ്റാൻ പോവാണ്. ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ ആദ്യം വരച്ച ഈ ഒരു ബ്ലൂ ലൈൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. അത് ഇതിനകത്തോട്ട് ഞാൻ ആദ്യം വരച്ചാൽ നമ്മളത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പേന ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല, നിങ്ങളത് പെൻസിലായതുകൊണ്ട് നമുക്ക് ആ അകത്തെ ലൈൻ ഇറേസ് ചെയ്ത് കളയാം. ഈ പോയിന്റ് വരെ ഇവിടെ വരെ ഉള്ളൂ ഈ ബ്ലൂ ലൈൻ. അതുപോലെ ഈ ബ്ലൂ ലൈൻ ഇവിടെ വരെ ഉള്ളൂ എന്ന് അർത്ഥം. ഇനി നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോകും. നമ്മൾ നേരത്തെ പറഞ്ഞു ബോട്ടം പോർഷനിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ വരെ വന്ന് നിന്നായിരുന്നു.
നമുക്കത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകാം. സോ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുൾ സർക്കിളിൽ ഈ സിലിണ്ടർ പോർഷൻ വരെ ടച്ച് ചെയ്യും. നോക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് സിലിണ്ടർ പോർഷൻ വരെ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അപ്പുറത്തും അതുപോലെ തന്നെയാണ്. ഇത് ഈ ലൈൻ ഇവിടെ വരെ ഉള്ളൂ എന്നർത്ഥം. ഇതിനകത്തോട്ട് നമ്മൾ വരച്ച ഈ ഒരു സിലിണ്ടറിൻ്റെ സർക്കിളിനകത്ത് വന്ന ഈ ലൈൻ ഇറേസ് ചെയ്ത് കളയണം. ഇവിടെ നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല, കാരണം നമ്മളത് കറക്റ്റായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം പ്രൊസീജിയർ ഇപ്പുറത്തും ഫോളോ ചെയ്യുക. ഇപ്പുറത്ത് ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നിന്ന് 15 mm. സോ 15 mm എടുക്കുന്നു. അകത്തോട്ട് 30. അകത്ത് വിട്ട് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 വിട്ട് ഇനി എൻഡിലോട്ട് കണക്ട് ചെയ്യുന്നു. റിമൈനിങ് 2 സൈഡിലും നമുക്ക് സ്ലോട്ട് കിട്ടിയെന്നർത്ഥം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ഈ 2 സർക്കിളോട് നമ്മൾ ഡാർക്ക് ചെയ്യണം. ഞാൻ പെൻസിൽ ഉപയോഗിച്ചാണ് സർക്കിൾ വരച്ചേക്കുന്നത്, കാരണം കോമ്പസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ഈ ഒരു ലൈൻ ഇവിടെ വരെ ഉള്ളൂ, ഇതിനകത്തോട്ട് ഇല്ല. നമ്മൾ ആദ്യം വരച്ചാണ്, പക്ഷേ സർക്കിൾ വരച്ചപ്പോൾ അതിനകത്ത് വരും. അത് ഇൻവിസിബിൾ പോർഷൻ ഇതേപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഈ ഒരു പോർഷൻ നിൽക്കുന്ന പോലെ ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂവിൻ്റെ സർഫസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കാൻ പോകണം. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഏത് സൈഡ് വ്യൂ ആണ്? റൈറ്റ് സൈഡ് വ്യൂ ആണ്. സോ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് ലെഫ്റ്റിലായിരിക്കും. ഓക്കെ, സോ ഞാൻ ലെഫ്റ്റിൽ പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ. സോ ഇത് പി പ്രൊഫൈൽ പ്ലെയിൻ വരച്ചു. നൗ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ എന്തിനാ? പോയിൻറ്റ്സുകളെ, ഫോട്ടത്തിലുള്ള ടോപ്പിലുള്ള പോയിൻറ്റ്സുകളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ വെച്ചു. സോ 45 ഡിഗ്രി ലൈൻ വരച്ചു. ഇനി ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? എൻഡ് പോയിൻറ്റ്സിനെ എല്ലാം ആദ്യം പ്രൊജക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ എൻഡാണ് ആദ്യം പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ എൻഡ് 45 ഡിഗ്രി ലൈനിൽ വന്നു. അടുത്തത് ഈ എൻഡ് 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുവന്നു. ഓരോ ലൈൻസിനെ ഞാൻ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ സിലിണ്ടറിൻ്റെ പോർഷൻ പ്രൊജക്റ്റ് ചെയ്തില്ല, ബാക്കി മാത്രമാണ് വരയ്ക്കുന്നത്. സോ ഈ എൻഡിനെയും 45 ഡിഗ്രി ലൈനിൽ മീറ്റ് ചെയ്യിപ്പിച്ചു. വേണമെങ്കിൽ നമ്മുടെ സെൻട്രൽ ലൈനോടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോകാം. സെൻട്രൽ ലൈൻ ഇതായിരുന്നു നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. സെൻട്രൽ ലൈനെ കൂടെ ഞാനൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഇവിടെ അറിയാൻ വേണ്ടി മാത്രം. ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ. ഞാൻ ഫസ്റ്റ് സെൻട്രൽ ലൈൻ അങ്ങ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മുടെ സെൻട്രൽ ലൈൻ പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഈ ലൈൻ പ്രൊജക്റ്റ് ചെയ്തു. ഓരോ ലൈനിനെയും സൈഡ് വ്യൂയിലോട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. ഇതെല്ലാം വളരെ ലൈറ്റ് ആയിരിക്കണം. ലൈറ്റ് ലൈൻസ് ആണ്, പ്രൊജക്റ്റഡ് ലൈൻസുകളാണ്. വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ദെൻ ഈ പോയിൻറ്റ്സിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ പോയിൻറ്റ്സിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ പോയിൻറ്റ്സുകളെ പ്രൊജക്റ്റ് ചെയ്യുക. സോ സൈഡ് വ്യൂവിൽ നമുക്ക് വിഡ്ത്ത് കിട്ടി. ഇനി ഹൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഇതാണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത്. സോ ഹൈറ്റ് കൂടെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. സോ ഞാൻ ഹൈറ്റും കൂടെ പ്രൊജക്റ്റ് ചെയ്തു. സോ ഇതിനകത്തിലായിരിക്കും നമ്മുടെ സൈഡ് വ്യൂ വരാൻ പോകുന്നത്. ഇനി സൈഡ് വ്യൂവിൽ നോക്കി, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡ് വ്യൂ എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുന്ന സർഫസുകൾ? നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ഒരു റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. ഈ ഒരു റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. ഇപ്പോൾ 2 റെക്റ്റാങ്കിൾസ് കാണാം. ഇനി അതിൻ്റെ നടുക്കായിട്ട് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അകത്തെ റെക്റ്റാങ്കിൾ അല്ലേ. ഈ 2 റെക്റ്റാങ്കിൾ കൂടാതെ നടുക്കായിട്ട് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഈ സിലിണ്ടറിൻ്റെ പോർഷൻ അല്ലേ, സിലിണ്ടറിൻ്റെ ഞാനിപ്പോൾ ആദ്യം കളർ ചെയ്തപ്പോൾ നോക്കിയാൽ അറിയാം. ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ ഈ സിലിണ്ടറിൻ്റെ
ഈ ഒരു ഇത്രയും കാണാം. അതേപോലെ സൈഡ് വ്യൂവിലും നമുക്ക് എന്ത് കാണാം, ഈ സിലിണ്ടറിൻ്റെ പോർഷൻ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ അങ്ങനെ കളർ ചെയ്തത്. സിലിണ്ടറിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. സൈഡ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ ഇതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കാണുന്ന വിഡ്ത്ത് പോലെ തന്നെ സൈഡ് വ്യൂവിൽ നിന്നും ഈ ഒരു സിലിണ്ടറിൻ്റെ പോർഷൻ വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കോമൺ പോർഷൻ ഇത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും, ഇവിടെ നിന്ന് കാണാം. കർവ്ഡ് അല്ലേ, അപ്പോൾ രണ്ട് സർഫസിൽ നിന്നും ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂവിൽ വരുന്നത്. ഇപ്പോൾ സൈഡ് വ്യൂവിൽ ഓൾറെഡി നമ്മുടെ ഈ 15 mm ഹൈറ്റോട് നമ്മൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. നമുക്ക് എളുപ്പമാണ് നേരം വരയ്ക്കാനായിട്ട്. സോ ഈ 15 mm ഹൈറ്റും കൂടി അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. നോക്കി വരച്ചപ്പോൾ തന്നെ നമ്മുടെ ആ റെക്റ്റാങ്കിൾ ഓൾറെഡി വന്നു. ഇപ്പോൾ ഞാൻ ഈ എൻഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ആണ്. സോ നോക്കി ഇത് ടോട്ടൽ 50 ആയിരിക്കും. ഉണ്ടോ 50, കാരണം എന്താ ഇത് 50 അതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതായി 15 mm ആയി. ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ പോർഷൻ നോക്കിയാൽ കുറച്ചുകൂടെ പുറത്തോട്ട് നിൽക്കുകയാണ്, നമുക്കത് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റെക്റ്റാങ്കിൾ, ഈ സൈഡ് വ്യൂവിലെ ഈ റെക്റ്റാങ്കിളാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് 15 mm ഹൈറ്റിലുള്ള ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഈ റെക്റ്റാങ്കിൾ ദെൻ ഇവിടെയും അതേപോലെ രണ്ട് സൈഡിലും നമുക്ക് റെക്റ്റാങ്കിളുണ്ട്. ദെൻ നടുക്ക് നമ്മുടെ ചെറിയ റെക്റ്റാങ്കിളും ഉണ്ട്, 20 mm വിഡ്ത്തിലുള്ള റെക്റ്റാങ്കിൾ നടുക്ക്. സോ ആ റെക്റ്റാങ്കിൾസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു. സോ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ 3 സർഫസായി. ഇനി ഇതിൻ്റെ മുകളിൽ എന്തേ ഉള്ളൂ? സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ വരെയുണ്ട്. പക്ഷേ സിലിണ്ടറിൻ്റെ വിഡ്ത്ത് നമുക്ക് നോക്കണം. ഈ പുറത്തെ സിലിണ്ടറിൻ്റെ 75 ഇത് ഇവിടെ തന്നെ അറിയാം. ഇതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ പുറത്തേക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ആ വിഡ്ത്ത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. 35 എന്ന് പറഞ്ഞ് മെഷർ ചെയ്ത് നമുക്ക് എടുക്കാം. 35. സോ 1 2 3 35. 1. സോ സെൻട്രൽ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 35. സോ 35 ഞാൻ മെഷർ ചെയ്യുന്നു. സോ ഇവിടെ വരും. സോ ഇതാണ് സിലിണ്ടറിൻ്റെ ഒരു എൻഡ് ലൈൻ. പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്താണ് സിലിണ്ടർ നിൽക്കുന്നത്. സിമിലർലി ഇവിടെയും നമ്മൾ സെൻട്രൽ ലൈനിൽ നിന്ന് അങ്ങോട്ടും 35 എടുക്കുക. 1 2 3 35. സോ അവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്യും, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. സോ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് ഇത്രയും കിട്ടും. ഇനി നമുക്ക് അതിനകത്തുണ്ട് 50 mm സെൻറ്ററിൽ ഹോളുണ്ട്. സോ 50 mm സെൻറ്ററിൽ ഹോൾ. അപ്പോൾ 70 നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ സിലിണ്ടറിക്കൽ പോർഷൻ അത് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ താഴോട്ടും ഉണ്ട്. സോ ഈ പോർഷൻ എന്ന് പറയുന്നത് താഴോട്ടും ഉണ്ട്. സോ ഈ പോർഷൻ നമ്മൾ താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ ഈ പോർഷൻ താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ഇങ്ങനെയായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിൽ ഒരു ലൈൻസ് ഇല്ല. ഞാൻ ഈ വരച്ച ഈ പെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ലൈൻ ഇല്ല. അതുപോലെ ഇവിടെയും ഈ പെർട്ടിക്കുലർ ലൈൻ ഇല്ല. അത് ഓർക്കുക, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഓർക്കുക. അതേപോലെ ഇവിടെ ഞാൻ വരച്ച ഈ 2 ലൈൻസുകളും ഇവിടെയും ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതിനകത്ത് വരുന്നത് 50 mm ഡയമീറ്ററിൽ ഇതിനകത്തുള്ള സർക്കിൾ, നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള സർക്കിൾ, അത് നമ്മൾ ഇവിടെയും കാണിക്കണം. സോ 50 mm ഡയമീറ്ററുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ലൈനിൽ കൂടെ തന്നെ അത് പോവും. സോ അത് ഡോട്ടർ ലൈനായിട്ട് കാണിക്കുക. 50 mm ഡയമീറ്ററുള്ള ഹോൾ അതിനകത്തേക്കൂടെ ഉണ്ട് എന്നുള്ളത് ഡോട്ടർ ലൈനായിട്ട് തന്നെ കാണിക്കുക. ഇവിടെ അതുപോലെ തന്നെ 50 mm ഡയമീറ്ററുള്ള ഹോൾ ഡോട്ടർ ലൈനായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തില്ലാത്ത ഈ ലൈൻസ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെയും ഈ 2 ലൈൻസുകളില്ല. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം വരച്ചപ്പോൾ ഒന്നാണ്, നിങ്ങളത് എറേസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന സർഫസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ 2 റെക്റ്റാങ്കിൾസ് കാണാം. അതുപോലെ ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഇവിടെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. ഇവിടെ വരെ നമുക്ക് ഫ്രണ്ടിൽ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഒരു താഴോട്ടൊരു പ്രൊജക്റ്റ് ചെയ്ത് കുറച്ചുണ്ട്. ഇതേപോലെ സിമിലർലി ഇവിടെയും കുറച്ച് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരും. അതാണ് ഈ താഴോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ പോർഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതൊരു സിംഗിൾ പോർഷനാണ്. ഇത് അതുപോലെ ഒരു സിംഗിൾ പോർഷനാണ്. അതിൽ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ലൈൻസ് ഇല്ലാന്ന്. ഈ ഒരു സിലിണ്ടറിയുടെ പോർഷൻ ഇത് ഇങ്ങനെ ഈ സർഫസിൽ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഈ 2 ലൈൻസ്, ഇവിടുത്തെ ഈ 2 ലൈൻസ് ഇല്ല. ഇവിടുത്തെ 2 പേന വെച്ച് വരച്ചുകൊണ്ടാണ് പിന്നെ ഇത് ഇറേസ് ചെയ്യാൻ പറ്റാത്തത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡയമെൻഷൻസ് കൂടെ ചെയ്യണം. അപ്പോൾ ഓർക്കുക, ഇത് നമ്മൾ വരച്ചത് ഫ്രണ്ട് വ്യൂ, ഇത് വരച്ചത് ടോപ്പ് വ്യൂ ആണ്, ഇത് വരച്ചത് റൈറ്റ്
സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ ആണ് നമ്മൾ ലെഫ്റ്റിൽ വരച്ചത്. നമുക്ക് ഇതിനകത്തിൽ ഡയമെൻഷൻസുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡയമെൻഷൻസ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ഞാനിപ്പോൾ മുകളിലായിട്ട് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് കാണിക്കാൻ പോവാണ്. സോ ഞാനിവിടെ എന്തൊരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു, ഇവിടെ നിന്നൊരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. സോ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ഞാൻ ഇവിടെ ടോപ്പിലായിട്ടും കാണിക്കാം. ടോട്ടൽ വിഡ്ത്ത് നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. സോ മിഡിലായിട്ട് 150, 150. സോ ആ വാല്യൂ എഴുതി. പിന്നെ നമുക്കിതിനകത്ത് കാണിക്കാൻ പറ്റുന്ന ഹൈറ്റുകൾ, ഇത് ഇവിടെ നമുക്കൊരു 15 കാണിക്കാം. ഇവിടെ ഈ 15 ഉണ്ട്. എഗെയിൻ പെൻസിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ദെൻ ഇവിടെ നമുക്ക് ഡയമെൻഷൻ കാണിക്കാം. സോ ഇവിടെ നമുക്ക് ഈ 15 കാണിക്കാം, നടുക്കുള്ള 20 കാണിക്കാം, എഗെയിൻ ഈ എൻഡിലുള്ള 15 കാണിക്കാം. സോ എല്ലാ ഡയമെൻഷൻ വാല്യൂസും കാണിക്കാം. ഇത് 15, 15, ഇത് 20, 20, ഇതും അതുപോലെ തന്നെ 15, 15. സെയിം ഇവിടെ കാണിച്ചാൽ പിന്നെ നമ്മൾ ഇപ്പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തിൽ നമുക്ക് അഡീഷണലായിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഡെപ്ത്ത്, ഇവിടെ ഒരു ഡെപ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു ഡെപ്ത്ത് 25 ആണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. സോ ഇതിൻ്റെ ഡെപ്ത്ത് 25 ആണ്, 25. അപ്പോൾ എല്ലാ ഡയമെൻഷൻസും ഓൾമോസ്റ്റ് നമ്മൾ ഇനി കാണിക്കാനായിട്ടുള്ള ഡയമെൻഷൻസ് ഇല്ല. ഇവിടുത്തെ 15, ഇവിടെ 30 ഉണ്ടല്ലേ, സ്ലോട്ടിൻ്റെ 30 വിഡ്ത്ത് ഉണ്ട്, അത് നമുക്കിവിടെ കാണിക്കാം. സോ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന എല്ലാ ഡയമെൻഷൻസുകളും നിങ്ങൾ ഇതിനകത്തിൽ കാണിക്കുക, അത്രയേ ഉള്ളൂ. സോ ഞാനിവിടെ ഒരു 30 നമ്മുടെ സ്ലോട്ടിൻ്റെ ഡയമെൻഷൻ കാണിച്ചു. ഇനിയുള്ളത് സിലിണ്ടറിൻ്റെ പോർഷനാണ്. ഇതിൽ സിലിണ്ടറിൻ്റെ നമുക്ക് ഡയമീറ്റർ 50, ഇവിടെ ഡയമീറ്റർ 70. അപ്പോൾ നിങ്ങൾക്ക് ഡയമീറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഇത് ടോപ്പിൽ നിന്ന് മാർക്കിൻ്റെ താഴെ ഞാൻ ചെയ്യുകയാണ്. ഇത് ചെറിയ വാല്യൂ ആദ്യം ചെയ്യണം. ഇത് ഡയമീറ്റർ 550, ദെൻ അതിന് താഴെയായിട്ട് വേണം നമ്മൾ 570 ചെയ്യാനായിട്ട്. സോ ഇതിൻ്റെ ഡയമീറ്റർ ആകുമ്പോൾ 5 എന്ന് തന്നെ എഴുതണം, 570. സോ ആ രണ്ട് വാല്യൂസുമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വിഡ്ത്ത് 25, 15, അതിൻ്റെ വിഡ്ത്ത് 15 ഓൾറെഡി ഇവിടെ നമുക്ക് കിട്ടും. സൈഡ് വ്യൂവിൽ ഞാനൊന്നും കാണിച്ചില്ല, കാരണം ഇവിടെയുള്ള ഡയമെൻഷൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാ ഡയമെൻഷൻസ് ഇനി സിലിണ്ടറിൻ്റെ 40 എന്ന് പറയുന്ന ഡെപ്ത് ഉണ്ടല്ലേ, സോ അതുകൂടെ കാണിക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡ് വ്യൂവിൽ കാണിക്കാം. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 40 ആണെന്നുള്ളത് സൈഡ് വ്യൂവിൽ വേണമെങ്കിൽ കാണിക്കാം. സോ അതുകൂടെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഡയമെൻഷൻ എല്ലാ വാല്യൂ, ഇപ്പോൾ ഈ 40 ഇവിടെയും എല്ലാം ഒന്നും കാണിക്കേണ്ട. ടോട്ടലി നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡയമെൻഷൻസ് എല്ലാം ഫിഗറിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി, നമുക്ക് കംപ്ലീറ്റഡ് ആവും. നോക്കി, ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ നിങ്ങൾക്ക് ഓർക്കുക, ഈ ഒരു ലൈൻ അകത്തോട്ട് നമ്മൾ ആദ്യം വരച്ചാണ്, അത് ഇറേസ് ചെയ്ത് കളയണം. അതേപോലെ ഇവിടെ ഈ 2 ലൈൻസുകളും നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞാലേ കംപ്ലീറ്റ് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.